പാഠം 982 പ്രതീക്ഷിക്കാത്ത കഥകൾ. ഹലോ, അതെ. ആ, പുഷ്കരൻ ചേട്ടാ, ഇതെന്താ രാവിലെ? മോഹനേട്ട പത്രം വായിച്ചോണ്ടിരിക്കുക. ഒരു മിനിറ്റ്, ഞാൻ വിളിക്കാം. മോഹനേട്ടാ ഇപ്പൊ വരുവേ. ആ മോഹനേട്ടാ. ആ, ആരാണ്? ബേക്കറിലെ പുഷ്കരൻ. ഹലോ, അതെ, കെ മോഹനകൃഷ്ണൻ സാറാണ്. വന്നില്ലേ? വന്നില്ലെങ്കിൽ ആ പൈസ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തുവിടായിരുന്നു പുഷ്കരന്. അതെയോ? ആ, ശരി. ഇന്ന് അവരെങ്ങനെ അതുവഴി വരികയാണെങ്കിൽ കൊടുത്തേക്ക്. ഇല്ലെങ്കിൽ ആരുടെയെങ്കിലും വീട്ടിൽ കൊടുത്തിട്ടാലും മതി. ദയവ് ചെയ്ത് ഈ കാര്യം പറഞ്ഞ് വിളിക്കല്ലേ. എന്താ സംഭവം? ഇന്നലെ വേലായുധം എനിക്ക് തരാനുള്ള 200 രൂപയ്ക്ക് പകരം ചില്ലറ ഇല്ലാത്തതുകൊണ്ട് 2000 രൂപയാണല്ലോ തന്നത്. അതിലാ തെക്കേ വീട്ടിലെ ദാക്ഷാണിക്ക് കൊടുക്കാൻ ഒരു 400 രൂപ ഉണ്ടായിരുന്നു. അത് ഞാൻ ആ പുഷ്കരന്റെ ബേക്കറി കൊടുത്ത് ഏൽപ്പിച്ചു. എന്നിട്ടെന്താ, ഇന്നലെ ബേക്കറി അടയ്ക്കുന്നവരെ ദാക്ഷാണി അവിടെ ചെന്നിട്ടില്ല. പൈസ എന്ത് ചെയ്യണമെന്ന് അറിയാൻ ഇപ്പൊ എന്നെ വിളിച്ചത്. കഷ്ടം. മോഹനയുടെ ആകെ കിട്ടാനുണ്ടായിരുന്നു ഒരു 200 രൂപ. അത് കിട്ടുന്നതിന് വേണ്ടി ഇന്നലെ നാട് മുഴുവൻ നടന്ന് ബാക്കി പൈസ വീതിച്ചു കൊടുത്തു. പണ്ട് നമ്മുടെ നാട്ടിലെ പോസ്റ്റ്മാൻമാര് മണി ഓർഡറുമായിട്ട് നടക്കുന്ന പോലെ വലിയ വില്ലേജ് ഓഫീസർ 200, 300, 500 എന്ന് പറഞ്ഞ് നാട് നീളെ നടന്നു. മോഹനയുടെ കൊടുക്കാനുള്ള കാശാണെങ്കിൽ പോട്ടെന്ന് വെക്കായിരുന്നു. ഇതാ വേലാതേട്ടം കൊടുക്കാനുള്ള പൈസ. കഷ്ടം തന്നെ. നീ അങ്ങനെ കളിയാക്കുന്നു വേണ്ട. വേലായുധം കൊടുത്തു വിട്ട 2000 രൂപ വാങ്ങിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ 200 രൂപ പോകുമായിരുന്നു. ഇതാണ് മോഹനേട്ടന്റെ കുഴപ്പം. മോഹനേട്ടൻ ആകെ കിട്ടാനുള്ളത് എത്രയായിരുന്നു? 200 രൂപ. വേലായുധം ചെയ്തത് എന്താണ്? 2000 രൂപയും കാശ് കൊടുക്കാനുള്ള ലിസ്റ്റ് അങ്ങ് കൊടുത്തു വിട്ടു. അവർക്കൊക്കെ കൊടുക്കാനുള്ള കാശുമായിട്ട് മോഹനയുടെ തെക്കും വടക്കും നടക്കേണ്ടി വന്നു. ആ നടപ്പിനെക്കാട്ടും നല്ലതാ 200 രൂപ പോട്ടെന്ന് വെക്കുന്നല്ലായിരുന്നോ? നീ ഇങ്ങനെ പലതും പറയും. പക്ഷേ ഭാമേ, നീ വിചാരിക്കും പോലെ ഒരു പ്രയാസവും എനിക്കുണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. രാവിലെ ആഫീസിലേക്ക് പോകുന്ന വഴി ഞാൻ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ കയറി. കൃഷ്ണൻകുട്ടി കൊടുക്കാനുണ്ടായിരുന്നത് കൊടുത്തു. എന്റെ ഭാഗ്യത്തിന് പുത്തൻപുരയ്ക്കലെ പ്രസാദ് അവിടെ ഉണ്ടായിരുന്നു. രണ്ടുപേരുടെയും പൈസ അപ്പൊ തന്നെ കൊടുത്തു തീർത്തു. പലചരക്ക് കടയിലെ മാധവൻകുട്ടിയുടെ പൈസ കൊടുക്കാൻ ചെന്നപ്പോ സുഗുണൻ അവിടെ ഇരുന്ന് ബീഡി വലിക്കും. രണ്ടുപേരുടെയും പൈസ അപ്പൊ തന്നെ കൊടുത്തു. എന്നിട്ട് നേരെ ആഫീസിലേക്ക്. എന്റെ സമയം വളരെ നന്നായത് കൊണ്ട് ഉച്ച കഴിഞ്ഞപ്പോ മണപ്പുറത്തെ ജോണിക്കുട്ടി കരമടയ്ക്കാനായിട്ട് ആഫീസിലേക്ക് വന്നു. ജോണിക്കുട്ടിയുടെയും പൈസ അപ്പൊ തന്നെ കൊടുത്തു. വൈകിട്ട് തിരിച്ചു വരുമ്പോ ദാക്ഷാണിയുടെ പൈസ മാത്രമേ കൊടുക്കാൻ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ദാക്ഷാണി അനുചില്ല പറ്റില്ലല്ലോ. അതുകൊണ്ട് പുഷ്കറിന്റെ ബേക്കറി കയറി ആ പൈസ കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ വേലായുധൻ എന്നെ ഏൽപ്പിച്ച 2000 രൂപ അതിൻ്റെതായ ആ ആൾക്കാരെ ഏൽപ്പിക്കാൻ എനിക്ക് ഒരു പ്രയാസം ഉണ്ടായില്ല. എന്നത്തെയും പോലെ വില്ലേജ് ഓഫീസർ നടന്നു. വൈകിട്ട് തിരിച്ചു നടന്നു. അതിനിടയിൽ കാര്യവും നടന്നു. അങ്ങനെ കാര്യങ്ങൾ നടത്തിയത് കൊണ്ട് എന്റെ 200 രൂപ പോയതുമില്ല. എന്നാല് 200 രൂപയ്ക്ക് വേണ്ടി എന്റെ മോഹനേട്ടൻ ചില്ലറപ്പാടൊന്നും അല്ല പെട്ടത്. 200 രൂപ എന്ന് പറഞ്ഞാൽ നിനക്ക് നിസ്സാരമായിരിക്കും. കാരണം നീ കോടതിയിൽ പോയി പച്ചക്കള്ളം പറഞ്ഞ് കാശുണ്ടാക്കുന്ന ഒരു വക്കോലാണ്. കെ മോഹനൻ സാർ അങ്ങനെയല്ല. സത്യസന്ധമായി അധ്വാനിച്ച് പണം ഉണ്ടാക്കുന്ന ഒരു വില്ലേജ് ഓഫീസറാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഓരോ രൂപയും വളരെ പ്രധാനം. എഴുപായി ചായ എടുക്ക്. കൊണ്ടുവരാം. ഹരിത കേരളം പദ്ധതിക്ക് തുടക്കമായി
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള പദ്ധതിയാണിത്. കൃഷി, ജലസംരക്ഷണം, ശുചിത്വം തുടങ്ങിയ മേഖലകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നമസ്കാരം സർ. എന്താ വേല രാവിലെ? സാറിനെ കാണാൻ തന്നെ വന്നതാ. അത് മനസ്സിലായി. ഒന്നേ കാര്യം പറയൂ. എന്റെ കടം വീട്ടാനുള്ള പൈസ ഇന്നലെ ഞാൻ സാറിന്റെ കൈ തന്നല്ലേ. എന്നിട്ട് സാർ എന്താ ചെയ്തത്? എന്ത് ചെയ്തു? ആ ദാക്ഷായണിക്ക് കൊടുക്കാനുള്ള 400 രൂപ സാർ കൊടുത്തോ? ഇന്ന് രാവിലെ ദാക്ഷായണി വീട്ടിൽ കയറി വന്നപ്പോഴാണ് ഞാൻ കാര്യം അറിയുന്നത്. സാറേ, സാറിനെ വിശ്വസിച്ചല്ലേ ഞാൻ പൈസ തന്നത്. എന്നിട്ട് ഇമ്മാതിരി വൃത്തിയേട് കാണിക്കാന്ന് പറഞ്ഞ എന്റെ വീടായതുകൊണ്ട് മാത്രം വേലായുധനെ ഞാനിപ്പോ കൈവെക്കുന്നില്ല. എന്റെ കയ്യിൽ നിന്ന് 2 മാസം മുമ്പ് കടം മേടിച്ച 200 രൂപ തിരിച്ചു ചോദിച്ചപ്പോ വേലായുധൻ എന്റെ കയ്യിൽ 2000 രൂപയുടെ ഒറ്റ നോട്ടും കാശ് കൊടുക്കാനുള്ള ഒരു വലിയ ലിസ്റ്റും തന്നു. ആ നോട്ട് ചില്ലറ മാറി ഓരോരുത്തരുടെ കൈകളിലെത്തിക്കാൻ ഞാൻ പെട്ട പാട് എനിക്ക് മാത്രമേ അറിയൂ. ബാക്കി മുഴുവൻ പേരുടെയും പൈസ കൃത്യമായി ഞാൻ ഏൽപ്പിച്ചു. ഒഴികെ. അതെന്താ കൊടുക്കാത്തതാ ഞാൻ ചോദിച്ചത്. ദാക്ഷായണിയെ പോലൊരു സ്ത്രീയുടെ വീട്ടിലേക്ക് ഞാൻ എങ്ങനെ കയറി ചെല്ലും? നാട്ടുകാർ രണ്ടായി എന്റെ അവസ്ഥ എന്താവും? ഞാൻ ഒരു വില്ലേജ് ഓഫീസറല്ലേ? സാറേ, ആരായാലും ഒരു കാര്യം ഏറ്റാ ചെയ്യണം. സാറിന്റെ കയ്യിൽ നിന്ന് വാങ്ങി 200 രൂപ ഞാൻ തിരിച്ചു തരാൻ വൈകിയെന്നും പറഞ്ഞ് സാർ എന്തൊരു ബഹളമായിരുന്നു. അപ്പൊ എന്റെ കാശിന് വിലയില്ല. അത് 1-2 രൂപയല്ല, 400 രൂപയാ. ആ 400 രൂപ പുഷ്കരന്റെ ബേക്കറിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് മേടിച്ചോളാം പറയാം. സാറേ, ഞാൻ സാറിനെ ഏൽപ്പിച്ച പൈസ സാറിങ്ങനെ വഴി കണ്ടവരെ ഏൽപ്പിക്കുമെന്ന് ഞാൻ കരുതിയില്ല. സാറാണ് കൊള്ളാലോ. ഇന്നലെ എനിക്ക് തരാനുള്ള 200 രൂപ തരുന്നതിന് പകരം 2000 രൂപ കൊടുത്തു വിടാൻ ഞാൻ വേലായുധനോട് പറഞ്ഞോ? 2000-ന്റെ നോട്ടും ഒരു ലിസ്റ്റും കൊടുത്തു വിട്ടപ്പോഴേ എനിക്കത് വേണ്ടാന്ന് പറയാമായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെ പറഞ്ഞ എന്നെ 200 രൂപ പോകുമല്ലോ എന്ന് കരുതിട്ട് മാത്രമാ ഞാൻ ആ പൈസ കൊണ്ട് തകർത്ത് നടന്നത്. വരുമ്പോ പേടിപ്പിക്കാണോ? പൈസ പുഷ്കരന്റെ ബേക്കറിലുണ്ട്. വേണമെങ്കിൽ പോയി വാങ്ങ്, ഇല്ലേ കൂടെ കേസ് കൊടുക്ക്. അഹങ്കാരി ആണം കടത്ത് ഇറങ്ങിയിരിക്കും. എന്താണ് പ്രശ്നം? കണക്ക് ചോദിക്കാൻ വന്നിരിക്കുന്നു. എന്റെ സ്വഭാവം മാറുന്നതിന് മുമ്പ് സ്ഥലം വിട്ടോളം പറഞ്ഞ വേലായുധനോട്. ഇനി എന്താ നിക്കണത്? കേട്ടത് മതിയായില്ലേ? അല്ല വക്കീലെ, എന്റെ 400 രൂപ പുഷ്കരന്റെ ബേക്കറി കൊടുത്തിട്ടുണ്ടെന്ന് മോഹനേട്ടൻ പറഞ്ഞില്ലേ? സ്ഥലം വിടാൻ നോക്ക്. ഇപ്പൊ എന്ത് പറയുന്നു വില്ലേജ് ഓഫീസർ? 200 രൂപ പോകാതിരിക്കാൻ വേണ്ടി നാട് നീളം നടന്നിട്ട് അവസാനം കേൾക്കാനുള്ളത് മുഴുവൻ കേട്ടല്ലോ. വേലായുധന് നല്ല അടിയുടെ കുറവാ. അതിനെപ്പറ്റി എന്താ വിചാരിച്ചിരിക്കുന്നത്? ഞാൻ ആലോചിക്കുന്നത് അതല്ല മോഹനേട്ടാ. ഇന്നലെ വരെ വേലായുധൻ മോഹനേട്ടന് പൈസ തരാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മോഹനേട്ടനെ കാണുമ്പോ കശി ഒളിച്ചടക്കും. ഇന്നത്തെ അവസ്ഥ നോക്കിയേ. മോഹനേട്ടൻ വേലായുധൻ അങ്ങോട്ട് കാശ് കൊടുക്കാനുള്ള പോലെ ആയിരുന്നില്ലേ ആ വർത്തമാനം? എന്തായാലും എന്റെ 200 രൂപ കിട്ടിയല്ലോ. അത് മാത്രമല്ല, വേലായുധൻ കൃഷ്ണൻകുട്ടിക്കും പ്രസാദിനും മാധവൻ കുട്ടിക്കോ കൊടുക്കാനുള്ള കാശ് വാങ്ങിച്ചു കൊടുക്കാനും പറ്റി. അതിന് തന്നെ ഭാവിയിൽ അവരെന്നോട് കാണിച്ചോളൂ. കണ്ടറിയേണ്ട കാര്യമാണേ. നമ്മുടെ നാട്ടുകാരല്ലേ, അവരതല്ലേ ഇന്നലെ തന്നെ മറന്നിട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ അങ്ങനെ. എന്റെ 200 രൂപ എന്തായാലും തിരിച്ചിട്ടിയല്ലോ. ഈ 200 രൂപയുടെ വില എന്താണെന്ന് നിനക്ക് ഇപ്പൊ മനസ്സിലാവില്ല. വേലായുധൻ വീണ്ടും വന്നു. ഇന്ന് അവന്റെ അന്ത്യമാണ്. ഞാൻ കരുതി തെക്കൻകടലിലെ വേലായുധനായിരിക്കുന്നു. എന്താ സുശീല രാവിലെ? ഞാൻ സാറിനൊന്ന് കാണാൻ വേണ്ടി വന്നതാ. എന്താ കാര്യം? സാർ ഒരു പരമ യോഗ്യനെന്നാ ഞാൻ കരുതിയിരുന്നത്. ഇപ്പോഴല്ലേ സാറിന്റെ കയ്യിലിരിപ്പ് മനസ്സിലായത്. എന്ത്? സത്യസന്ധനായ സർക്കാർ ഉദ്യോഗസ്ഥൻ, കള്ളു കുടിക്കില്ല, കൈക്കൂലി വാങ്ങിക്കില്ല, പരമശുദ്ധനെന്നൊക്കെയാ സാറിനെ പറ്റി നാട്ടുകാർ പറയുന്നത്.
ഇതായിരുന്നു സാറിന്റെ സ്വഭാവം എന്ന് ആർക്കും സംശയം തോന്നില്ലല്ലോ. സുശീലൻ വന്നത് എന്തിനാണെന്ന് പറയൂ. സാറിങ്ങനെ ധൃതി പിടിക്കാതെ. ഇത്രയും കാലം നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചതല്ലേ. അപ്പൊ പിന്നെ ഞാൻ പറയുന്നത് സമാധാനം തുടങ്ങി കേട്ടാ മതി. ഹാ, വക്കീലുണ്ടായിരുന്നു ഇവിടെ. ഇതൊക്കെ വക്കീലും കൂടെ അറിഞ്ഞുകൊണ്ടാണോ എന്നാ ഞങ്ങൾക്കറിയേണ്ടത്. സുശീലൻ വന്ന കാര്യം പറയ. സാറിന് ആ ദാക്ഷാണി മറ്റെന്താ ഇടപാട്? കണ്ടോ കണ്ടോ, സാറ് ഞെട്ടിയത് കണ്ടോ? അന്തം വിട്ട് നിൽക്കാതെ കാര്യം പറ സാറേ. സാറും ദാക്ഷാണിയും തമ്മിലുള്ള ഇടപാടെന്താ? സുശീല, വെറുതെ വീട്ടിൽ കയറുമെന്ന് അനാവശ്യം പറയരുതേ. ഓ, അപ്പൊ ഞാൻ പറയുന്നതാണ് കുഴപ്പം. ഈ സാറിന് എന്ത് വൃത്തിയോട് വേണേലും കാണിക്കാം അല്ലേ? മോഹനേട്ടൻ എന്ത് വൃത്തിയോട് കാണിച്ചതാണ്? ദാക്ഷാണിക്ക് കൊടുക്കാൻ ഈ സാറ് 400 രൂപ ഇന്നലെ പുഷ്കരന്റെ ബേക്കറി കൊടുത്തത് എന്തിനാണെന്നാ ഞങ്ങൾക്കറിയേണ്ടത്. എന്തെങ്കിലും പറഞ്ഞ് ഒഴിയാനും നോക്കണ്ട. സാറ് പുഷ്കരനെ കാശേപ്പിച്ചതിന് സാക്ഷികളുണ്ട്. വേണമെങ്കിൽ പുഷ്കരനെ തന്നെ വിളിക്കാം. വേണോ? ഞാൻ പൈസ പുഷ്കരനെ ഏൽപ്പിച്ചിട്ടുള്ള നേരാ. പക്ഷെ അത് വേലായുധം കൊടുക്കാൻ പൈസ. വേലായുധം കൊടുക്കേണ്ട പൈസ എന്തിനാ സാറ് കൊടുക്കുന്നേ? വേഷം കെട്ടൊന്നും വേണ്ട സാറേ. ദാക്ഷാണിക്ക് എന്താണ് ബിസിനസ് എന്ന് നാട്ടുകാർക്ക് മുഴുവനും അറിയാം. അവൾക്ക് സാറ് പൈസ കൊടുക്കണമെങ്കിൽ അത് എന്തിനായിരിക്കും എന്ന് ഞങ്ങൾ ഊഹിച്ചു. പിന്നെ നാട്ടുകാരൊക്കെ സംഭവം അറിഞ്ഞിട്ടുണ്ട്. ഇത്രയും കാലം മാന്യം കളിച്ച് സാറ് ഞങ്ങളെ പറ്റിക്കായിരുന്നെന്ന് മനസ്സിലായി. ഈ കളി ഇവിടെ നടക്കൂല സാറേ. സാർ ഓഫീസിലോട്ട് വരുമല്ലോ, അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് വരാം. എല്ലാ കാര്യത്തിനും ഒരു തീരുമാനം വേണമല്ലോ. കണ്ണടച്ച് പാല് കുടിച്ച് ആരും കാണൂലെന്നാ പൂച്ചയുടെ വിചാരം. പക്ഷെ ഞങ്ങളെ നാട്ടുകാർ സമ്മതിക്കൂല. ഞങ്ങളെപ്പോലുള്ള മാന്യമാർക്കും ഈ നാട്ടിൽ ജീവിക്കണം. ശരിയാക്കി തരാം. ഇപ്പൊ സന്തോഷമായല്ലോ. വേലായുധം തരാനുണ്ടായിരുന്ന 200 രൂപ മുതലാക്കാൻ പോയി മാനം പോയി. പിന്നെ ഇയാൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ വിശ്വസീകരിക്കല്ലേ നമ്മുടെ നാട്ടുകാർ. സുശീലൻ വെച്ചിട്ടുണ്ട്. മോഹനേട്ടാ, ഇതത്ര ചെറിയ കാര്യമല്ല. വെറുതെ ആണെങ്കിൽ കഥ പറഞ്ഞുണ്ടാക്കാനേ നമ്മുടെ നാട്ടുകാർക്ക് നല്ല സാമർഥ്യമാണ്. എന്താവോ എന്തോ. ഹലോ, മോഹനേട്ടൻ സാറിന്റെ വീടല്ലേ? അതെ, ഞാൻ കാട്ടുപറമ്പേ താമരാക്ഷനാ. മോഹനേട്ടൻ സാറുണ്ടോ? ആ ഉണ്ട്, ഞാൻ വിളിക്കാം. വിളിക്കണമെന്നില്ല. ഞാൻ ഒരു കാര്യം അറിഞ്ഞു. സത്യമാണോന്ന് അറിയാൻ വിളിച്ചതാ. എന്താണ്? മോഹനേട്ടൻ സാറും തെക്കേ വീട്ടിലെ ദാക്ഷായനും തമ്മി എന്തോ ഇടപാടുണ്ടെന്ന് പറഞ്ഞു കേട്ടു. അല്ല, മോഹനേട്ടൻ സാറിനെ പോലുള്ള ഒരാള് ഇമാതിരി പണി കാണിക്കുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതിയല്ല. എന്തൊരു മോശം ഇത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. ദാക്ഷാണിക്ക് ശരിക്കും പൈസ കൊടുക്കാനുണ്ടായിരുന്നത് ആ തേക്കങ്ങാടിലെ വേലായുധനാണ്. അയാളുടെ കൈ ചില്ലറില്ലാത്തോണ്ട് മോഹനേട്ടൻ ലയിപ്പിച്ചു. എന്റെ വക്കീലെ, നിങ്ങളൊരു ഭാര്യയല്ലേ? സ്വന്തം ഭർത്താവ് ഒരു തെറ്റ് ചെയ്താൽ തിരുത്തുന്നതിന് പകരം ന്യായീകരിക്കണോ? കഷ്ടം തന്നെ. അല്ല, അതെങ്ങനെ? തൃപ്തിയായല്ലോ. ദാക്ഷാണിക്ക് മോഹനയുടെ കാശ് കൊടുത്തു തരും സുശീല മാത്രമല്ല, വേറെ പലരും അറിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ എങ്ങനെ പുറത്തിറങ്ങി നടക്കും? കാട്ടുറപ്പില്ല താമരാക്ഷൻ. അയാളെ കടഞ്ഞ സ്ഥിതിക്ക് ഇനി വാർത്ത കാട്ടുതീ പോലെ പടരും. ഇനി തല മുണ്ടിട്ട് നടക്കേണ്ടി വരുമല്ലോ. 200 രൂപ പോകാൻ നോക്കിയതല്ലേ? എത്ര രൂപയുടെ മാനനഷ്ടം ഉണ്ടാകുമെന്ന് നോക്കിയോ? സാറേ, ഉത്തമ വിളിക്കുന്നുണ്ട്. ആ ശബ്ദം കേട്ടാലേ അറിയാം ഉത്തമന് സംഭവം അറിഞ്ഞിട്ടുണ്ടെന്ന്. അതൊക്കെ ഇങ്ങനെ അറിയാൻ പറ്റും. എത്രയും പെട്ടെന്ന് ഒരു സ്ഥലമാറ്റം കിട്ടുമെന്ന് നോക്കിയോ. ഈ നാട്ടിൽ ഇനി ജീവിക്കാൻ പറ്റില്ല. നമസ്കാരം ഡോക്കിയില്ലേ? മോഹനേട്ടൻ സാറല്ലേ ഇവിടെ? ഉത്തമ വന്ന കാര്യം പറ. അതിപ്പോ സാറിനോട് പേഴ്സണലായിട്ട് പറയാനുള്ള ഒരു കാര്യമായി. ദാക്ഷാണിയുടെ കാര്യമല്ലേ? അയ്യോ, അതിപ്പോ വക്കീൽ എങ്ങനെ അറിഞ്ഞത്? അറിഞ്ഞെങ്കിലോ ആട്ടെ. ഉത്തമ വന്ന കാര്യം പറ. അല്ല, അത് പിന്നെ നമസ്കാരമുണ്ട് സാർ. ഞാൻ വന്നത് തേക്കങ്കാട്ടിലെ വേലായുധൻ മോഹനേട്ടന് ഒരു 200 രൂപ കൊടുക്കാനുണ്ടായിരുന്നു. അത് കിട്ടിയില്ലെങ്കിൽ അത് ചെയ്യും ഇത് ചെയ്യും എന്നെല്ലാം മോഹനേട്ടൻ പറഞ്ഞപ്പോ വേലായുധൻ ഒരു 2000 രൂപയുടെ നോട്ടും കൊടുത്തു വിട്ടു. കയ്യിൽ ചില്ലറയില്ലത്രേ. ആ 2000-ൽ മോഹനേട്ടൻ 200 കഴിച്ചിട്ടുള്ള 1800 രൂപ കൊടുക്കാനുള്ളവരുടെ ഒരു ലിസ്റ്റ് കൂടി ഉണ്ടായിരുന്നു. മോഹനേട്ടൻ ഇന്നലെ രാവിലെ മുതൽ ആ കാശ് കൊണ്ട് നാട് മുഴുവൻ കറക്കുമായിരുന്നു.
ദാക്ഷായണിയുടെ വീട്ടിൽ പോകാൻ പേടിച്ച് അവർക്കുള്ള കാശ് പുഷ്കരന്റെ ബേക്കറിയിൽ കൊടുത്തു. ഇതാണ് സംഭവിച്ചത്. സാറേ, ഇതിനേക്കാളും നല്ലത് ദാക്ഷായണിയുടെ വീട്ടിൽ പോകുന്നതായിരുന്നു. എന്തെങ്കിലും ന്യായം പറഞ്ഞ് രക്ഷപ്പെടായിരുന്നല്ലോ. ഇതിപ്പോ കാശ് ബേക്കറി കൊടുത്തുകൊണ്ട് ബേക്കറി ചെന്നവരെല്ലാരും സംഭവം അറിഞ്ഞ്. സത്യം പറഞ്ഞ ദാക്ഷായണി ഇത്തരം ഇടപാടുകളൊക്കെ നിർത്തി മാന്യമായിട്ട് ജീവിക്കുകയായിരുന്നു. പക്ഷെ മോനേരി സാറിനെ പോലെ ഒരാള് ദാക്ഷായണിക്ക് കൊടുക്കാനുള്ള കാശ് പുഷ്കരനെ ഏൽപ്പിച്ചു എന്ന് പറയുമ്പോ തന്നെ കഥ ഉണ്ടാവാതിരിക്കുവോ? ഇതെല്ലാം നിങ്ങളെല്ലാം പറഞ്ഞത് തെറ്റെന്താണെന്ന് തോന്നുമല്ലോ. ആ പറഞ്ഞല്ലോ, വില ഇത് അവർക്ക് 400 രൂപ കൊടുക്കാനായിരുന്നു. അത് എന്നെ ഏൽപ്പിച്ചു, ഞാനത് പുഷ്കരനെ ഏൽപ്പിച്ചു, അത്രേ ഉള്ളൂ. സാറേ, അതൊക്കെ ശരി തന്നെ ആയിരിക്കും. വേലായുധ നാട്ടുകാരോട് മുഴുവൻ വായ്പ വാങ്ങിയ കൂട്ടത്തിൽ ദാക്ഷായണിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയതായിരിക്കും. പക്ഷെ അത് സാറ് കയറി ഏറ്റതാണല്ലോ എല്ലാത്തിനും കുഴപ്പം. ആ 2000-ൽ എന്റെ 200 ഉണ്ടായിരുന്നു. ഓ, ഈ കാശിന്റെ കാര്യം പറയുമ്പോഴുള്ള ആക്രാന്തമാണ് മോഹനന്റെ എല്ലാ പ്രശ്നത്തിനുള്ള കാരണം. വേലായുധനാണുള്ള 200 രൂപ എടുത്തിട്ട് ബാക്കി 1800 രൂപ വേലായുധനെ തിരിച്ചു കൊടുത്തുകൂടായിരുന്നു. മോഹനട്ട സാറേ, ഇനിയിപ്പോ എന്തൊക്കെ പറഞ്ഞാലും ഈ കഥയിൽ നാട്ടുകാർ വിശ്വസിക്കാൻ പോകുന്നില്ല. ഞാൻ ഒരു മാന്യനും സത്യസന്ധനുമായ ഒരു വില്ലേജ് ഓഫീസറാണെന്ന് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. നാളെ കിടത്തിറങ്ങിയല്ല. ഇതെന്താ ഉത്തമ നമ്മുടെ നാട്ടുകാർ ഇങ്ങനെ ഇത്രയും മര്യാദയ്ക്ക് നടക്കുന്ന ഒരു മനുഷ്യനെ പറ്റി വായി തോന്നൊക്കെ പറയാന്ന് വെച്ചാ? പറയാൻ ഒരുപാട് പേരൊന്നും ഉണ്ടാവൂല വക്കീലേ. പക്ഷെ മോഹനന്റെ സാറിനെ പറ്റി ഒരാള് കുറ്റം പറഞ്ഞാൽ പോലും അതൊരു പ്രയാസമല്ലേ? ആ സുശീലാണല്ല കുഴപ്പത്തിന് കാരണം. പുഷ്കർ അവന്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോ സുശീല കണ്ണി കണ്ടവരുടെ എല്ലാവരുടെ അടുത്തും അതങ്ങ് പറഞ്ഞു. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ വക്കീലേ. സംഭവം കേട്ടപ്പോ തന്നെ എനിക്ക് എന്തോ പോലെ. സാറേ, കാര്യം അറിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ പ്രശ്നം ആവുമല്ലോ എന്ന് കരുതി വന്ന് പറഞ്ഞതാ. എന്ന് ഞാൻ ഇറങ്ങട്ടെ. കുറച്ചു മുന്നേ പറഞ്ഞത് ഓർമ്മയുണ്ടോ? 200 രൂപയുടെ വില എന്താണെന്ന് എനിക്കിപ്പോ മനസ്സിലാവില്ല എന്ന്. പക്ഷെ എനിക്ക് ശരിക്കും മനസ്സിലായി മോനട്ടാ. 200 രൂപയ്ക്ക് ഞാൻ വിചാരിച്ചതിനെക്കാട്ടും ഒരുപാട് വിലയുണ്ട്. ഞാനൊരു പ്രശ്നത്തിൽപ്പെട്ടിരിക്കുമ്പോ എന്നെ സഹായിക്കുന്നതിന് പകരം കുറ്റം പറയാനാണോ നോക്കുന്നത്? സാധാരണ മനുഷ്യന്മാരൊന്നും പെടാത്ത പ്രശ്നത്തിലാണല്ലോ മോഹനട്ട പെട്ടത്. കുറഞ്ഞ പക്ഷം ദാക്ഷായണിക്ക് കൊടുക്കാനുള്ള പൈസ എങ്ങനെ ആ വേലാതനെ തിരിച്ചേൽപ്പിക്കാറുന്നില്ലേ? ആമേ, ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു പോയ കാര്യത്തെ പറ്റി ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. ആ പ്രശ്നത്തിൽ എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് ആലോചിക്കേ. രക്ഷപ്പെടാൻ പല വഴികളുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഒരു സ്ഥലമാറ്റം വാങ്ങി ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടുക. പിന്നെയുള്ള മാർഗം തൽക്കാലത്തേക്ക് നാടുവിടുക എന്നുള്ളതാ. ആളുകൾ പറയാനുള്ള കഥയെല്ലാം പറഞ്ഞു കഴിയുമ്പോ നമുക്ക് തിരിച്ചു വരാം. അതുമല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്ക് ലീവ് എടുത്ത് വീടിനകത്ത് തന്നെ കുത്തിരിക്കാം. പുറത്തിറങ്ങിയാലേ ആളുകൾ ഓരോന്ന് ചോദിക്കുള്ളൂ. ഇനി അവസാനത്തേത് തലയിലൂടെ മുണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ഇറങ്ങിയാലും വഴി മാത്രമല്ലേ ഒളിച്ചടക്കാൻ പറ്റുള്ളൂ. ഓഫീസിൽ ചെല്ലുമ്പോ പിടിവീടുവല്ലോ. ഇങ്ങനെ ആവശ്യമില്ലാത്ത പറഞ്ഞിട്ട് എന്താ കാര്യം? നടക്കുന്ന കാര്യമില്ല. പറ. ഈശ്വര, പിന്നെ ആരോ വന്നിട്ടുണ്ട്. സമാനം പറ. ഓ, ഞാനാ? ഞാൻ പോയി ശരിയാവില്ല. നീ ചെല്ല്. ഞാൻ എന്ത് പറയും? ഞാൻ ഇവിടെ ഇല്ലെന്ന് പറയണം. അതുകൊണ്ട് ഒരു കാര്യമില്ല മോഹനട്ടാ. മോഹനന്റെ വീടിനകത്ത് ഒളിച്ചിരിക്കാന്നല്ലേ ആളുകൾ പറയുള്ളൂ. എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ച് പോവാം. ഞാനെന്തിനാ? സുശീലൻ പിന്നെ ഇവനെന്താ വേണ്ടത്? മോഹനട്ടാ, ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. മോഹനന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലോ, പിന്നെന്താ? ഇനി സുശീലൻ വല്ലതും പറഞ്ഞ എന്റെ സ്വഭാവം മാറും. സുശീലൻ എന്താ വേണ്ടത്? അല്ല, അത് പിന്നെ ഞാൻ. സുശീല, ഈ നിൽക്കുന്ന മോഹനേട്ടൻ എന്റെ ഭർത്താവാണ്. മോഹനേട്ടൻ ദാക്ഷായണിക്ക് പൈസ കൊടുത്തുവെങ്കിൽ തന്നെ അതിൽ എനിക്കില്ലാത്ത എതിർപ്പ് സുശീലൻ ഉണ്ടാവേണ്ട കാര്യമില്ല. ആവശ്യമില്ലാതെ സദാചാരത്തിന്റെ ന്യായം പറഞ്ഞ് ഇവിടെ വന്ന് ഷോ കാണിച്ച സുശീലിന് വിവരം പറയും. ഞാൻ ഷോ കാണിക്കാൻ വന്നതല്ല. പിന്നെ അയ്യോ, ദാക്ഷായണി. ദാക്ഷായണി എന്താ ഇവിടെ? ഞാൻ പിടിച്ചുകൊണ്ട് വന്നതാ സുശീലിനെ.
മുമ്പ് പുഷ്കറിന്റെ ബേക്കറിൽ ചെന്നപ്പോഴാ വക്കീൽ സാറെ കാര്യം അറിയുന്നത്. ഇവിടെ വന്ന് അലമ്പുണ്ടാക്കിയ കാര്യം അങ്ങോട്ട് ഞെളിഞ്ഞെന്ന് വിളമ്പുന്നവന്. അപ്പൊ പിന്നെ ഇവനെ വെറുതെ വിട്ടാ പറ്റത്തില്ലല്ലോ. ദേ, ഇത് കഴുത്തിൽ അങ്ങോട്ട് വെച്ചപ്പോ പേടിച്ച് മര്യാദക്ക് എന്റെ കൂടെ പോന്നതാ. ഒരിക്കൽ വില്ലേജ് ഓഫീസിൽ കരമടയ്ക്കാൻ ചെന്നപ്പോ ഈ നിൽക്കുന്ന മോനിറ്റർ സാറാ എന്നോട് പറഞ്ഞത് അന്തസ്സായിട്ട് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ. അതിനുശേഷം ഞാൻ ഒരു വേണ്ടാദിനത്തിനും പോയിട്ടില്ല. ഞാനങ്ങ് മര്യാദക്കാരിയായപ്പോ ഇവനെ പോലുള്ളവർക്ക് സഹിക്കുന്നില്ല. കഴിഞ്ഞ മാസം പാതിരാത്രിക്ക് എന്റെ വാതിൽ വന്ന് മുട്ടിയ ഇവനെ കയ്യിൽ കിട്ടിയ പത്തല വെച്ച് ഞാനൊന്ന് കൊടുത്തു. അതിന്റെ അടയാളം മുതുകത്ത് ഇപ്പോഴും കാണും. അതിന്റെ വാശിയ സാറേ ഇവൻ ഇപ്പൊ കാണിച്ചത്. ഞാൻ കാരണം സാറിനൊരു ചീത്തപ്പേരുണ്ടാകുന്നത് എനിക്ക് സഹിക്കത്തില്ല. കാരണം ഈ നാട്ടിൽ സാറിനെ പോലെ മാന്യമായി എന്നോട് പെരുമാറുന്ന ഒരാളും ഉണ്ടാവില്ല. എന്നിട്ടാ ആണുങ്ങളുടെ പേര് കളയാൻ നടക്കുന്ന ഇവനൊക്കെ സാറിനെ കുറ്റം പറയാൻ നടക്കുന്നത്. പറഞ്ഞത് നിനക്ക് മനസ്സിലായല്ലോ. ഇനി ഈ പ്രശ്നത്തില് വാതുറന്നൊരക്ഷരം മിണ്ടിയ വക്കീൽ സാറേ ഇവനെ ഞാൻ കൊല്ലും. അയ്യോ, എന്നെ ജാമ്യത്തിലിറക്കാൻ വക്കീൽ സാർ വന്നോണം. അയ്യോ എന്റെ പൊന്നു വെച്ച് ഞാൻ ഒന്നിനുമില്ല. എന്നെ ഒന്ന് വെറുതെ വിട്ടാ മതി. ചെല്ലേ സുശീലൻ. സാറേ ക്ഷമിക്കണം സാറേ, ഒന്നും മനഃപൂർവ്വമല്ല. അതിപ്പം ദാശാണി എന്ത് ചെയ്തെന്ന ഒക്കെ മോഹനേട്ടനായിട്ട് തന്നെ വരുത്തി വെച്ചതല്ലേ. ഒരു 200 രൂപ ലാഭിച്ചതാണ് എന്റെ മോഹനേട്ടൻ. അതിപ്പോ കൊലക്കേസിൽ എത്തിയെന്നെ. ഞാൻ വരട്ടെ സാറേ. ആ ശരി. വലിയ ഉപകാരം. നീ എന്താ ആലോചിക്കുന്നേ? പെണ്ണുങ്ങളായി ഇങ്ങനെ വേണം മോഹനേട്ടാ. വലിയ വക്കീലായി എനിക്കില്ലാത്ത ധൈര്യമല്ലേ ദാശാനി കാണിച്ചത്. ആശാനി കാണിച്ചോട്ടെ, പക്ഷെ അത്രയും ധൈര്യം നീ കാണിക്കണ്ട. അതെന്താ? നിനക്ക് അത്രയും ധൈര്യം വന്നാ പിന്നെ ഞാൻ എന്ത് ധൈര്യത്തിലാ ഇവിടെ ജീവിക്കേണ്ടത്? ഞരമ്പ് രോഗികൾ സദാചാരം നിർണയിക്കുന്ന കാലത്ത് ദാക്ഷായണിയെ പോലെയുള്ള പെണ്ണുങ്ങൾ ഉണ്ടായേ പറ്റൂ. വലിയൊരു അപവാദ കഥയിൽ നിന്നും തലയൂരിയതിന്റെ ആശ്വാസത്തിൽ നിൽക്കുന്ന മോഹനകൃഷ്ണനെ അഭിനന്ദിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം തുടരുന്നു.